ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കമ്പനി. സോ നമ്മൾ ഇന്ന് തിരുവനന്തപുരം വന്നിട്ട് അവിടുത്തെ സൂ കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ എൻട്രൻസൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നടക്കാതെ കാറിൽ പോകാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് അതിലൂടെ കുറച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇത് സിംഹവാലൻ കുരങ്ങൻ്റെ കൂട്ടാണ് കേട്ടോ. ഇതിൽ ഏകദേശം 3 സിംഹവാലൻ കുരങ്ങന്മാരുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ നേരെ തൊട്ടപ്പുറത്ത് കാട്ടുപോത്തിൻ്റെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് അറ്റിങ്ങളുടെ കൂടാണ്. ഇവിടെ അവർ തണലത്ത് വന്ന് കിടക്കുക കേട്ടോ. ഞങ്ങൾ ആദ്യം ഈ കൂട് കണ്ടപ്പോൾ ഇവർ എവിടെയെന്ന് നോക്കിയായിരുന്നു. പിന്നെ ഉണ്ട് ഇവർ ആ സൈഡിൽ പോയി കിടക്കണ കേസ്. ഇവിടെ ഉള്ളത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണുന്ന പോലത്തെ കുരങ്ങന്മാരാണ് കേട്ടോ. ഇതിന് റിയാന്ന് എന്തോ പറയും. കണ്ടിട്ട് ഞാൻ യമു എന്നാണ് ആദ്യം വിചാരിച്ചത്. ഇതൊരു ഈഗിളാണ് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്ക് തോന്നുന്നത് വൈറ്റ് ബെല്ലിയാർഡ് സീ ഈഗിളാണ്. അങ്ങനെ നേരെ നടന്നപ്പോഴാണ് ഞങ്ങൾ ഈ കൊറ്റികളേനൊക്കെ ഇട്ട് വെച്ച് ഈ ഒരു എൻക്ലോഷറിൻ്റെ അവിടെ എത്തിയത് കേട്ടോ. അല്ല, അവിടെയൊക്കെ കൊറ്റികളാണ്. മരത്തിൻ്റെ മേലെയൊക്കെ കൊറ്റികളാണ്. അതിലൂടെ ഇതിലൂടെയൊക്കെ കുറേ എണ്ണം പറക്കുന്നുണ്ടായിരുന്നു ഗൈസ്. പിന്നെ നമ്മുടെ നീർനായകളുടെ അവിടെ എത്തി. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്ന ഓട്ടർ എന്നാണ്. അതിനകത്ത് 5 എണ്ണം ഉണ്ടായിരുന്നു. അവർ ഭയങ്കര അടിപൊളിയായിരുന്നു, നല്ല ആക്റ്റീവായിരുന്നു. ആ പന്തൊക്കെ ഇങ്ങനെ ചാടി കളിക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു ഗൈസ്. ഒരാൾ നിരങ്ങി വരും. അങ്ങനെ ഞങ്ങൾ മുള്ളൻപന്നികളുടെ ഒരു സ്ഥലത്തേക്ക് എത്തി. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഹിപ്പോസ്. ഇവർ വെള്ളത്തിൽ കുറേ നേരം നിൽക്കുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരാളാണ് കേട്ടോ. അത് ഫുഡ് കണ്ടിട്ട് ഓടുന്ന ആളാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ എന്തോ നിന്നുപോയി. ആളെന്തോ വലിയ ഗൂഢാലോചനയിലാണ് ഗൈസ്. ഇനി നമുക്ക് കാട്ടിലെ രാജാവിനെ കാണാം. കണ്ടില്ലേ, പവറല്ലേ ആ കോട്ടുമായിട്ട് നിൽക്കുന്നത് കാണാൻ. ഇത് റൈനോസർ ആണെന്ന് തോന്നുന്നു. ആള് ഫുള്ള് ചളിയിൽ കിടക്കുകയായിരുന്നു. അങ്ങനെ ഇതാ ഇവിടെ ഫുള്ള് വവ്വാലിൽ കിടന്നുറങ്ങുക കേട്ടോ. ഇതും ഈ സൂവിൻ്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഇവിടെ വേറെ കുറച്ച് ജിമ്മൻ കാട്ടുപോത്തുകളുണ്ട് ഗൈസ്. അങ്ങനെ ഇതാ ഞങ്ങൾ മാനുകളുടെ ആ ഒരു സെക്ഷനിലേക്ക് എത്തിയിട്ടു. ഇവിടെ കുറേ ടൈപ്സ് മാനുകളുണ്ട്. ഇത് ഏതോ ഒരു ടൈപ്പ് മാനാണ്. പിന്നെ ഇതാ ഇവിടെ ഉള്ളതൊരു സിംഹമാണ് കേട്ടോ. ഇതിന് നേരെ അപ്പുറത്താണ് നേരത്തെ കണ്ട ആൺസിംഹം. ഇതാ ഇത് ഫുള്ള് വെള്ള കളറുള്ള മാനുകളാണ്. ഇതേ കൂട്ടത്തിൽപ്പെടാത്തൊന്ന്. ഇതേ നിൽക്കുന്നു നമ്മുടെ പുള്ളിമാൻ. ഈ ഒരു സ്ഥലത്ത് ഫുള്ള് പുള്ളിമാൻ്റെ സ്ഥലമാണ് കേട്ടോ. അതാണ് ഇവിടെ കുറേ എണ്ണം ഉള്ളത്. ഇനി പുലി കണ്ടില്ലേ. അങ്ങനെ ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ബാക്കി പുലിനെ കാണാൻ പോകാം ഗൈസ്. ഈ വരവൊന്ന് കാണണം. അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല കൊമ്പുള്ള മാനുകളിനെ കാണാൻ പോയി. എല്ലാ എണ്ണം അവിടെ റെസ്റ്റിലാണ് ഗൈസ്. നല്ല ചൂടായിരുന്നു. കൊമ്പാല്ലേ അവരുടെയൊക്കെ. ഈ കിടക്കുന്നത് മുതലാണോ ചീങ്കണ്ണിയാണോ എനിക്ക് എത്ര നോക്കിയിട്ട് മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഗൈസ്? മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ടൈഗറിനെ അങ്ങ് കാണാൻ പോകല്ലേ. ഇതാണ് നിൽക്കുന്നു ടൈഗർ. എൻ്റെ ഫേവറേറ്റ് അനിമലാണ് കേട്ടോ. ആ വരവ് നോക്കിക്കേ.
തിരുവനന്തപുരം വന്നു കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സൂ തന്നെയാണ് കേട്ടത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.